ഹായ് ഫ്രണ്ട്സ്, 2024 ആനന്ദ് ബാഗയുടെ സംവിധാനത്തിൽ ശ്യാംദേവ്, ദേവിക എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന ദ മൈൻഡ് എന്നുള്ള ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ കഥയിൽ വമ്പൻ ട്വിസ്റ്റോ, ഇതുവരെ കാണാത്ത കഥയോ, അവതരണത്തിൽ പുതുമയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയത്തില്ല. ഒരു വളരെ സ്ലോ സ്പേസിൽ പോകുന്ന സിനിമയാണ്. ഡയലോഗുകൾ വളരെ കുറവാണ്. കൂടുതലും ഒരു ബുക്ക് വായിക്കുന്നത് പോലെ പറഞ്ഞു പോയി അതിൻ്റെ സീനുകൾ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. എങ്കിൽ പോലെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സിനിമയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടോ അതിൽ വരുന്ന മ്യൂസിക് കൊണ്ടോ പെർഫോമൻസ് കൊണ്ടോ എന്തൊക്കെയോ ആണെന്ന് അറിയില്ല, സിനിമ ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടുംപുറത്തുകാരന് അവരുടെ ഗ്രാമത്തെ രക്ഷിക്കാനെ കൊണ്ട് പഠിച്ച് ന്യൂസിലാൻഡിൽ പോവുകയും പിന്നെ അവിടെ വെച്ച് നായകൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോറി. അവിടെ വെച്ച് നായകൻ കണ്ടുമുട്ടുന്നു, അതാണ് സ്റ്റോറി. അതിൽ കൂടുതൽ വലിയ സ്റ്റോറിയും ഇല്ല. പിന്നെ 2019 നടന്നൊരു ന്യൂസിലാൻഡിലെ ഫയറിന്റെ ഇൻസിഡന്റും കാണിക്കുന്നുണ്ട് ഇതില്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, ഇത് തമിഴ് പടമാണെങ്കിൽ ഇതുവരെ തമിഴ് പടത്തിൽ മലയാളം യൂസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതല്ല, ഇനി മലയാളം പടമാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. അഥവാ തമിഴ് പടമായിട്ടാണ് റിലീസായത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, വലിയ ഡീറ്റെയിൽ ഒന്നുമില്ല. അഥവാ തമിഴ് പടമാണെങ്കിൽ ഇതിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന സോങ് ആണെങ്കിലും മലയാളത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നീറ്റാണ്. ഞാൻ കണ്ടത് തമിഴിലാണ് കണ്ടത്. മലയാളത്തിനെ കോമാളികളാക്കുന്ന രീതിയിലാണ് സാധാരണ തമിഴ് സിനിമകളിൽ കാണിക്കാറ്. ഇതവർ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ശരി ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം കണ്ടു നോക്കിക്കോ. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളോട് കണ്ടു നോക്കാൻ പറയുന്നു. അപ്പം ശരി ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.